റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമലയിൽ അഭിഷേകത്തിന് കൊണ്ടുവന്ന നെയ്യിലും തിരിമറി നടത്തിയിരുന്നതായി മുൻ ദേവസ്വം ബോർഡ് അംഗത്തിന്റെ വെളിപ്പെടുത്തൽ. ഭക്തർ നൽകുന്ന നെയ്യ് ശ്രീകോവിലേക്ക് എത്തിക്കാതെ തന്ത്രിയുടെ മുറിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അഭിഷേകം ചെയ്ത നെയ്യിന്റെ ഒരംശം നെയ്യിൽ കലർത്തി ഭക്തർക്ക് കൊടുത്തുവിടുകയായിരുന്നു. താൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പരിശോധന നടത്തിയിരുന്നുവെന്നും കെ രാഘവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അയ്യപ്പ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണല്ലോ ഈ നെയ്യ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് തന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയി ഇവിടെ അഭിഷേകം ചെയ്ത നെയ്യുടെ ഒരു ലേശം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് വിടുന്ന ഒരു ഇടപാടുണ്ട്. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് നമ്മള് തന്ത്രിയുടെ അവിടേക്ക് ഇങ്ങനെ ഈ നെയ്യ് കൊണ്ടുപോകണ്ട, ശ്രീകോവിലിൽ കൊണ്ടുപോയി അഭിഷേകം ചെയ്യണം എന്നുള്ള നിലയിൽ നമ്മൾ ഇടപെടുന്നത് അങ്ങനെയാണ്. ഈ അയ്യപ്പ വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യാതെ തന്നെ തന്ത്രിയുടെ മുറിയിൽ കൊണ്ടുപോയി അഭിഷേകം ചെയ്യുന്ന നെയ്യ് തന്ത്രിയുടെ മുറിയിൽ ഇരിക്കുന്നതിനകത്തുനിന്ന് അല്പം ഇതിനകത്ത് ചേർത്ത് ഇങ്ങനെ കൊടുക്കുന്ന രീതിയാണ്. അങ്ങനെ പിടിച്ചു എന്നാണ് കേൾക്കുന്നത്. തിരിച്ചൊഴിക്കുകയും ചെയ്തു. വിജിലൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്റെ കാലത്താണ് അവിടെ മുൻ സെക്രട്ടറി ആയിരുന്ന VS ജയകുമാർ 1,87,00,000 രൂപയ്ക്ക് ശബരിമലയിലേക്ക് ആവശ്യമായ പാത്രം വാങ്ങുന്നത് ഒരു വ്യാജമായ ബില്ലുണ്ടാക്കി പണം തട്ടിയെടുത്തു. 1,87,00,000. അപ്പൊ ഞാനത് ബോർഡിന് പരാതി കൊടുത്തു, അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അജയ് തറയിലുമാണ് UDFന്റെ ബോർഡാണല്ലോ. അന്ന് ഞാൻ മാത്രം പ്രതിപക്ഷത്തിന്റെ ഭാഗമായിരുന്നു അന്ന്. അവര് അന്വേഷിക്കാൻ തയ്യാറായില്ല. ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അന്വേഷണം വെച്ചു. അന്ന് ഞാൻ വന്നപ്പോഴാണ് ഇത് ലോക്കൽ ഫണ്ട് ഓഡിറ്റുകാര് ഇതിനകത്ത് ഒബ്ജക്ഷൻ എഴുതിയിട്ടു. എനിക്ക് ആ ഫയൽ ചോർന്ന് കിട്ടി. ഈ കാര്യത്തിൽ അന്വേഷണം നടത്തി ഇയാൾ കുറ്റവാളിയാണെന്ന് കണ്ടെത്തുകയും ഇയാളുടെ പെൻഷൻ തുക കൊടുക്കാതിരിക്കാൻ ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ചെയ്യുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, ഭക്തർ വിശ്വാസത്തിന്റെ പുറത്ത് വിശ്വസിച്ചു ചെയ്യുന്ന കാര്യങ്ങളിൽ പലതിലും തിരിമറി നടക്കുന്നുണ്ട് എന്നാണ് ഇക്കാര്യങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്നത്. അങ്ങനെ പോയാൽ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം പല കാര്യങ്ങൾ നടത്തിയാൽ പല കാര്യങ്ങളും ഇത്തരത്തിൽ പുറത്തു വരുമല്ലേ? അതെ, അത് തന്നെയാണ് വാസ്തവം. പല അന്വേഷണങ്ങളിലേക്കും, പ്രത്യേകിച്ചും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള അന്വേഷണങ്ങളിലേക്കൊക്കെ പോയാൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരും എന്ന് ഉറപ്പാണ്. ഇപ്പോൾ സംസാരിച്ച കെ രാഘവൻ, അദ്ദേഹം 2016 ഒക്ടോബർ 18 മുതൽ 2019 ഒക്ടോബർ 19 വരെയായിരുന്നു ദേവസ്വം ബോർഡ് അംഗമായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ വളരെ ഗൗരവമുള്ളതാണ്. കാരണം അദ്ദേഹം ദേവസ്വം ബോർഡ് അംഗമായിരുന്നപ്പോൾ അവിടെ ഒരു സമയത്ത് നെയ്യുടെ കുറവ് വന്നു. സാധാരണ നെയ്യ് അഭിഷേകം ചെയ്യാൻ അത് ശ്രീകോവിലേക്കാണ് കൊണ്ടുപോകാറ്. പക്ഷേ അങ്ങനെ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് അതിൽ കുറവ് വരുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും അത് വിജിലൻസ് സംഘത്തോട് അന്വേഷിക്കാൻ ഇദ്ദേഹം ആവശ്യപ്പെടുകയുമായിരുന്നു. അങ്ങനെ നമുക്കറിയാൻ കഴിയുന്നത് വിജിലൻസ് സംഘം വേഷം മാറി സന്നിധാനത്തുണ്ടായിരുന്ന രഹസ്യ കേന്ദ്രത്തിൽ നിന്നും ആ നെയ്യ് അന്ന് പിടികൂടിയിരുന്നു. അന്ന് ഏതാനും അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളെയും വിജിലൻസ് സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ അതിന്റെ തുടർ നടപടികളിലേക്ക് പോയില്ല എന്ന് കെ രാഘവൻ വ്യക്തമാക്കുന്നുണ്ട്. ഇത് പിടികൂടിയതിനു ശേഷം പിന്നീട് സന്നിധാനത്ത് അദ്ദേഹം ഇരുന്ന ആ സമയത്ത് ഒരിക്കലും നെയ്യിൽ കുറവ് വന്നിട്ടില്ല എന്നും പറയുന്നു. മറ്റൊന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയത്, അത് നേരത്തെ തന്നെ പുറത്തു വന്ന ചില കാര്യങ്ങൾ കൂടിയാണ്. ഹൈക്കോടതിയൊക്കെ ഇടപെട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മുൻ ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. പാത്രം വാങ്ങിയതിലെ അഴിമതി, അത് ലോക്കൽ അത് ഓഡിറ്റ് നടത്തിയപ്പോൾ അതിൻ്റെ രജിസ്റ്ററിൽ ഉൾപ്പെടെ കൃത്യമായിട്ട് അത് കണ്ടെത്തിയിരുന്നു, അതിൻ്റെ രേഖകൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ പിന്നീട് ആ ഉദ്യോഗസ്ഥരെതിരെ നടപടിയിലേക്ക് കൃത്യമായി പോവുകയും ചെയ്തു. VS ജയകുമാർ അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. ആ സമയത്ത് പാത്രം വാങ്ങിയതിലെ അഴിമതി താൻ അത് കണ്ടുപിടിച്ചു. അത് പക്ഷേ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനോടും അംഗമായിരുന്ന അജയ് തറയിലിനോടും പറഞ്ഞപ്പോൾ തുടർ നടപടിയിലേക്ക് പോയില്ല എന്ന് ഒരു പരാതി കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് സ്വന്തമായി ഹൈക്കോടതിയെ സമീപിക്കുകയും തെളിവുകൾ അവിടെ സമർപ്പിക്കുകയും പിന്നീട് ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുന്നു. ഏതായാലും ഇദ്ദേഹത്തെ പോലെയുള്ള മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ആ കാലഘട്ടത്തിലും, അതായത് ഇപ്പോൾ അദ്ദേഹം ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കാലഘട്ടത്തിൽ നെയ്യിൽ ഉൾപ്പെടെ അത് തിരിമറി അവിടെ നടന്നു എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് വിജിലൻസ് സംഘത്തിൻ്റെ ഒരു തുടർ അന്വേഷണത്തിലേക്ക് പോയില്ല എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഒരു പക്ഷേ അത് ശബരിമലയുടെ ഒരു ശോഭയെ കെടുത്തുന്ന കാര്യമൊക്കെ ആയതിനാൽ അത് പുറം ലോകം അറിയേണ്ട എന്ന് കരുതി അത് ഇപ്പോൾ ഒതുക്കി തീർത്തതാകാനും സാധ്യതയുണ്ട്. ഏതായാലും വിജിലൻസ് സംഘം കൃത്യമായി തന്നെ ഈ നെയ്യ് കടത്തിയവരെ പിടികൂടിയിരുന്നു. ഇദ്ദേഹം പറയുന്നു ആ നെയ്യ് അങ്ങനെ കൊണ്ടുപോയവരെ കൊണ്ട് തന്നെ നെയ്യ് തിരികെ ഒഴിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ അന്ന് ഉണ്ടായിരുന്നുവെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ കൂടി ഇനി അന്വേഷണ സംഘം ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യം കൂടിയാണുള്ളത്. കാരണം നെയ്യ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ പാത്രത്തിലെ അഴിമതി, വ്യാജമായിട്ടുള്ള ബിൽ തയ്യാറാക്കി 1 കോടിയിലധികം രൂപയൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ അത് ബിൽ മാറ്റിയെടുക്കുന്നു. പിന്നീട് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്
പ്രസിഡന്റും ഒരു അംഗവും ഉൾപ്പെടെ അതിന്റെ തുടർ നടപടിയിലേക്ക് പോകണ്ട എന്ന് പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അന്ന് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ഇദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും സ്വർണ്ണപ്പാളി വിവാദത്തിന് പിന്നാലെ കൂടുതൽ തിരിമറിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തേക്ക് വരികയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.